ആനന്ദ്, ഇവിടെ ഞാൻ ഇന്ന് വിലാസിനെ ചേച്ചി ചേച്ചി ഒന്ന് ആലോചിച്ച് നോക്കിയേ. അവൾ ഇവിടെ കേറരുതെന്ന് പറഞ്ഞിട്ടും അവള് രസം ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്തിരിക്കുക. അവളുടെ ഒരു രസം ഇങ്ങോട്ട് തന്നെ. നിർത്ത്. ഇനി മേലിൽ തൃച്ചംബരത്തേക്ക് കയറാൻ പാടില്ല എന്ന് വിലക്കിയിട്ട് പോലും എന്റെ ചുമ കണ്ട് സഹിക്കാതെ എനിക്ക് വേണ്ടി രസം ഉണ്ടാക്കിയവളാ കല്യാണി. പക്ഷെ നീയോ, നീ ആ രസമെടുത്ത് ദൂരെ കളയാൻ നോക്കുന്നു. കഷ്ടം. ഇങ്ങനെയുണ്ടോ ഒരു ജന്മം? സുജാത മേഡം, ആ രസം എടുത്ത് അടച്ചു വെച്ചേക്ക്. നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. കല്യാണി, ഇനി ആരെങ്കിലും കാണുന്നതിന് മുമ്പ് നീ പെട്ടെന്ന് പോ. പെട്ടെന്ന് പോ. ശരി ചേച്ചി. എന്തൊരു കഷ്ടോ ഇത്. എത്ര നേരിട്ട് വിളിക്കുന്നു. എൻഗേജ് എൻഗേജ്. ഹലോ, എത്ര നേരിട്ട് ഞാൻ വിളിക്കുന്നു. സുഖാണോ? പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? പറയൂ. കല്യാണി, കല്യാണി, ഞാനൊന്ന് കണ്ടിരുന്നെങ്കിലെന്ന് മനസ്സിൽ കരുതിയതേ ഉള്ളൂ. അപ്പോഴത്തേക്കും താ നിൽക്കുന്നു മുന്നില്. അത് മാഡം ഇതിനകത്ത് കേറാൻ പാടില്ലെന്ന് വിലക്കിരിക്കുക. എന്നാലും മാഡത്തിന്റെ ഇന്നലെ രാത്രിയിലത്തെ ചുമ കണ്ടപ്പോ ഒരു രസക്കൂട്ടുണ്ടാക്കി കൊടുക്കാന്ന് കരുതി വന്നതാ. അമ്മായിയമ്മയ്ക്ക് എത്ര റിസ്ക് എടുത്ത് നീ ആവശ്യമുള്ളതൊക്കെ ഉണ്ടാക്കി കൊടുക്കും. എനിക്ക് ഉണ്ടാക്കി തരാനാ പാട്. അതായത് എന്നെക്കാൾ ഇഷ്ടം അമ്മയോടാണെന്ന് പറയാം. അതല്ലേ ശരി? എന്താ വല്യുഞ്ഞി ഇങ്ങനെയൊക്കെ? അങ്ങനെയാണെങ്കിൽ എനിക്കൊരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി തരുമോ? അയ്യോ വല്യുഞ്ഞി, ഇപ്പൊ തന്നെ പേടിച്ചെന്റെ പകുതി ജീവൻ പോയിരിക്കുക. പ്ലീസ് എന്നെ വിട്ടേക്ക്. എനിക്കതൊന്നും അറിയണ്ട. ദേ, എനിക്ക് എന്റെ കെട്ടിയോളുടെ കൈ കൊണ്ടുണ്ടാക്കിയ ചിക്കൻ ഫ്രൈ കിട്ടിയേ പറ്റൂ. ഭർത്താവ് ആഗ്രഹിക്കുന്ന ആഹാരം ഉണ്ടാക്കി കൊടുക്കുന്നവളാ യഥാർത്ഥ ഭാര്യ. അതൊരു ഭാര്യയുടെ കടമയും കൂടിയാണെന്ന് ഓർമ്മ വേണം. ശരി, ഞാൻ ഉണ്ടാക്കിക്കൊണ്ടുവരാം. വെരി ഗുഡ്. ഇപ്പോഴല്ലേ നീ എന്റെ യഥാർത്ഥ കെട്ടിയോളായത്? ചെല്ല.
കൊള്ളാം. ഇപ്പൊ എന്റെ കെട്ടിയോൾക്ക് അല്പം ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ കൂടുതലാണെന്നാ തോന്നുന്നത്. ആ, ഒന്നുമില്ലെങ്കിലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ മൂത്ത മരുമകളാകാനുള്ളതല്ലേ. അപ്പൊ അതൊക്കെ ആവാം. ബ്രോ എവിടെ? ബ്രോ ഇതെന്താ ഔട്ട് ഹൗസിലേക്ക് നോക്കി സ്വപ്നം കാണുകയാണോ? സത്യം പറയല്ലോ ബ്രോ, കല്യാണിയെ തൃച്ചംബരത്തേക്ക് കയറുന്ന വിലക്കിയതിന് ശേഷമേ വായിക്ക് രുചിയായിട്ടൊരു വാക്ക കഴിച്ചിട്ടില്ല. അറിയോ, ഇവിടുത്തെ ഇപ്പോഴത്തെ ആഹാരം കഴിച്ചു വെച്ച് മടുത്തു. ഓഹോ, അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യാം, നീ ചെന്ന് അമ്മയോട് പറ കല്യാണിയെ തിരികെ വിളിക്കാം. അയ്യോ, എന്നിട്ട് വേണം അമ്മ എന്നെ അടിച്ച് പുറത്താക്കാൻ അല്ലേ? ആഹാ, അപ്പൊ അതിന് വയ്യ. ഓ, പിന്നൊരു വഴിയേ ഉള്ളൂ. ഇപ്പൊ എന്ത് ആഹാരമാണ് കിട്ടുന്നത് അതങ്ങ് കഴിച്ചാ മതി. ബെസ്റ്റ്. എനിക്കതൊന്നും വേണ്ട. ഞാനേ മൂൺലൈറ്റ് റെസ്റ്റോറന്റിൽ നിന്ന് നോൺ വെജ് ഫുഡ് വരുത്താൻ പോവാ. പറഞ്ഞോ. ഫോണിൽ ഓർഡർ ചെയ്യാൻ നോക്കിയപ്പോഴാ ബ്രോ ഇവിടെ ഉള്ളതെന്ന് ഓർത്തെ. എന്റെ ബ്രോയ്ക്ക് ഓർഡർ ചെയ്യാതെ ഞാൻ എന്തെങ്കിലും ഓർഡർ ചെയ്യോ? അതാ ഞാൻ ഇങ്ങോട്ട് വന്നേ. പറഞ്ഞോ ബ്രോ, എന്താ ഓർഡർ ചെയ്യണ്ടേ? പറ 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 പറ. എനിക്കൊന്നും വേണ്ട. എന്താ ബ്രോ ഇത്? ബ്രോയ്ക്ക് കൂടി ഓർഡർ ചെയ്യാതെ ഞാൻ എന്താ കഴിച്ചിട്ടുള്ളത്? പറ ബ്രോ. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ കല്യാണിയോട് പറഞ്ഞു കഴിഞ്ഞു. കല്യാണി കിച്ചണിലത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അത് ശരി, അതിന് വേണ്ടിട്ടാണല്ലേ ഔട്ട് ഹൗസിലേക്ക് കണ്ണു മൊഴിച്ച് നോക്കിക്കൊണ്ടിരുന്നത്? ഔട്ട് ഹൗസിലല്ല മോനെ, ഇവിടത്തെ കിച്ചണില്. കല്യാണി നമ്മുടെ കിച്ചണിൽ വന്നെന്നാ? എന്തൊക്കെയാ ബ്രോ ഈ പറയുന്നേ? ഇന്നലെ രാത്രി അമ്മ ചുമക്കുന്ന കണ്ട് ചുമയ്ക്കുള്ള രസം ഉണ്ടാക്കി കൊടുക്കാൻ ആരും അറിയാതെ കല്യാണി നമ്മുടെ കിച്ചണിലേക്ക് വന്നത് ഞാൻ കണ്ടു. എന്നാലേ എനിക്ക് ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കി തന്നിട്ട് പോയാ മതിയെന്ന് ഞാൻ നിർബന്ധിച്ചു. അയ്യോ, ആദ്യം പറ്റില്ലെന്നൊക്കെ പറഞ്ഞെങ്കിലും അവസാനം സമ്മതിച്ചു. ഞാൻ സമ്മതിപ്പിച്ചു. ഇപ്പൊ കിച്ചണിലെ കല്യാണി അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് ഇപ്പൊ തൽക്കാലം നീ നിനക്ക് മാത്രം ഉള്ളത് ഓർഡർ ചെയ്താൽ മതി. അയ്യടാ, അത് കൊള്ളാം. എനിക്ക് എന്റെ ഏട്ടത്ര കയ്യിൽ നിന്ന് ഉണ്ടാക്കി കഴിക്കണ്ടേ? അപ്പൊ ഇനി വേറെ ഓർഡർ ഒന്നും ചെയ്യുന്നില്ല. നേരെ കിച്ചണിലേക്ക് എന്നിട്ടേ കല്യാണിയോട് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് ഞാൻ ഉണ്ടാക്കി കഴിച്ചോളാം. വേണ്ട അരവിന്ദ്, അവൾ ഒന്നാമത് പേടിച്ചാ കിച്ചണിൽ നിൽക്കുന്നത്. നീ വെറുതെ അവളെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക. ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ കിച്ചണിലോട്ട് പോയിട്ട് വരാം. അയ്യടാ. ഏയ് അരവിന്ദ്, ഓടോ ചേട്ടാ, നിക്കാൻ. ഈശ്വര, ആകെ കുഴപ്പമാവും. ഇവിടെ എവിടെയെങ്കിലും ഒളിക്കുന്നതാവും ബുദ്ധി. ഈ കല്യാണി കിച്ചണിൽ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാന്നാണല്ലോ ബ്രോ പറഞ്ഞേ. ഇവിടിതെവിടെ പോയി? ഇനി പോയാ? ഈ അനിയൻ കുഞ്ഞിത് എന്താ ഈ തരണേ? ഹായ്, നല്ല സ്റ്റൈല് ചിക്കൻ ഫ്രൈയുടെ മണം. ഇവള് ഇവിടെ എവിടെയോ ഉണ്ട്. ഏട്ടത്തി, ദേ പെട്ടെന്ന് ഇറങ്ങി വന്നില്ലെങ്കിൽ ഞാനിപ്പോ ഏട്ടത്തിന്ന് ഉറക്കെ കിടന്ന് വിളിക്കേ. അയ്യോ വേണ്ട, ഞാൻ ഇറങ്ങി വരാം. ഇവിടെ ഉണ്ടായിരുന്ന വാ 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 വാ, വേഗം വരൂ കുട്ടി. ഇങ്ങോട്ട് വരൂ. ഞാനിവിടെ ഉണ്ടെന്ന് അനിയൻ കുഞ്ഞ് എങ്ങനെ അറിഞ്ഞേ? അതാണോ? അത് ബ്രോ പറഞ്ഞു. ബ്രോയ്ക്ക് വേണ്ടി കല്യാണി ഇവിടെ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിക്കൊണ്ടിരിക്കാന്ന്. ഓ, വല്യ കുഞ്ഞ് പറഞ്ഞല്ലേ? പറഞ്ഞു പറഞ്ഞു പറഞ്ഞു. അത് കല്യാണി, അതെ കല്യാണി, ബ്രോയ്ക്ക് എന്തായാലും ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയല്ലേ, അതിന്റെ കൂടെ എനിക്കൊരു പെപ്പർ ചിക്കൻ കൂടി ഉണ്ടാക്കിയേക്കെ. അയ്യോ അനിയൻ കുഞ്ഞെ, എനിക്ക് പോണം. ആരെങ്കിലും ഞാനിവിടെ നിൽക്കുന്നത് കണ്ടാ അതോടെ തീർന്നു എല്ലാം. ഇത് കല്യാണി വായിക്ക് രുചിയായിട്ട് ആഹാരം കഴിച്ചിട്ട് 3-4 ദിവസമായി, അറിയോ? എനിക്ക് കുറച്ച് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി താ പ്ലീസ്. അനിയൻ കുഞ്ഞെ പ്ലീസ്, എന്നെ വിട്ടേക്ക്. അത് കൊള്ളാം.
അമ്മയ്ക്ക് രസം ഉണ്ടാക്കി കൊടുക്കാനും ബ്രോക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാനും ഒരു പ്രശ്നമില്ല. നമുക്കൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനേ പ്രശ്നമുള്ളൂ. കുഴപ്പമില്ല, ഓർഡർ ചെയ്തത് ക്യാൻസൽ ചെയ്തും പോയെന്നേ. ആ, ഒരു ദിവസം ആഹാരം കഴിച്ചില്ലെന്ന് കരുതി മനുഷ്യൻ ചാവാനൊന്നും പോകുന്നില്ല. ശരി, പോവാ. ഏതായാലും ഇത്രയും സമയമായി. ഇനി പെപ്പർ ചിക്കനും കൂടി ഉണ്ടാക്കി വെച്ചിട്ട് പോവാം. സുജാതേച്ചി, വല്യുകുഞ്ഞിന് ചിക്കൻ ഫ്രൈയും അനിയകുഞ്ഞിന് പെപ്പർ ചിക്കനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അഖില മാഡത്തിന്റെ രസം കൊടുക്കണ കാര്യം മറക്കല്ലേ. എല്ലാം ഞാൻ ഓർമ്മിച്ച് വിളമ്പി കൊടുത്തോളാം. അഖില മാഡം ആഹാരം കഴിക്കാൻ വരുന്നതിന് മുമ്പ് പോവാൻ നോക്ക്. ആ ശരി ചേച്ചി. അയ്യോ, ചേച്ചി മാഡം വരുന്നുണ്ട്. ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ പെട്ടെന്ന് എവിടെയെങ്കിലും പോയി മറിഞ്ഞിരിക്കുക. ഇനി എല്ലാരും ആഹാരം കഴിച്ച് പോയതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങാം. ഓ ചെല്ല. ഇത് ആനന്ദ് സാറിന് ചിക്കൻ ഫ്രൈ. ഷെയർ ചെയ്ത് കഴിക്കണേ. ഇത് സാറിനുള്ള സ്പെഷ്യൽ പെപ്പർ ചിക്കൻ. ഇങ്ങോട്ട് തന്നോളുക. എനിക്ക് കുറച്ച് പെപ്പർ ചിക്കൻ ഉണ്ടാക്കി താ പ്ലീസ്. അനിയകുഞ്ഞെ പ്ലീസ് എന്നെ വിട്ടേക്ക്. അത് കൊള്ളാം. അമ്മയ്ക്ക് രസം ഉണ്ടാക്കി കൊടുക്കാനും ബ്രോക്ക് ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കൊടുക്കാനും ഒരു പ്രശ്നമില്ല. നമുക്കൊരു പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനേ പ്രശ്നമുള്ളൂ. കല്യാണി പറ്റില്ലെന്ന് പറഞ്ഞിട്ടും പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയിട്ടാ പോയതല്ലേ. ഇതുപോലെ ഏട്ടത്തിയല്ലേ ആരും കൊതിക്കുക. താങ്ക്സ്. നീ എന്താ ആലോചിക്കുന്നത്? കഴിക്ക്. താങ്ക്സ് പറയായിരുന്നു ബ്രോ. താങ്ക്സോ? ആർക്ക്? അത് നമുക്ക് ആഹാരാവുന്ന എല്ലാത്തിനോട് താങ്ക്സ് പറയാലോ. അപ്പൊ അതും ചേട്ടാ, ചിക്കൻ ഫ്രൈ കഴിക്കുമ്പോ കോഴിക്കും മട്ടൻ കഴിച്ച ആടിനൊക്കെ നമ്മൾ നന്ദി പറയണോ? അത് കൊള്ളാലോ. ഇന്നലെ വരെ അരവിന്ദ് ചേട്ടൻ ഇതൊന്നും ചെയ്യുന്ന കണ്ടില്ലല്ലോ. ഇന്നെന്താ ഒരു പ്രത്യേകത?
ഇന്നലെ വരെ ഇല്ലെന്ന് വെച്ച് ഇന്ന് മുതൽ തുടങ്ങിക്കൂടെ? ചേടാ അത് കൊള്ളാലോ. മതി 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 മതി. ഏതായാലും നീ നന്ദി ഒന്നും പറയാൻ നിൽക്കണ്ട. വേണ്ടേ? പിന്നെ ദിവസം മുഴുവൻ നന്ദി പറഞ്ഞ് നടക്കാനും സമയം കാണൂ. എന്തിനെല്ലാം നന്ദി പറയേണ്ടി വരും. ഇങ്ങനെ ഒരു തീറ്റമരം. അങ്ങനെ ഗംഗയെ കണ്ടില്ലല്ലോ. ഞാൻ പോയി വിളിച്ചതാ അങ്ങളെ. ആർക്കും ഫോൺ ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ വരും. ഓക്കെ മേഡം, അല്പം ചോറ് ഈ രസം ഒഴിച്ച് കഴിച്ചാൽ ചുമയങ്ങ് മാറിയേനെ. ഇപ്പൊ ഒന്നും വേണ്ട, ഒരു ബൗളിൽ കുറച്ച് രസം മാത്രം ഒഴിച്ചെടുക്കും. ശരി മേഡം. ആ ഇളയമേ, ഈ രസം വിമ്മിഷ്ടത്തിനും ഉറക്കമില്ലാത്തതിനും വളരെ നല്ലതാ. വേണമെങ്കിൽ കുറച്ച് കുടിച്ചോളൂ കേട്ടോ. ആ കറക്റ്റ് കറക്റ്റ്. വേണോ? വേണ്ടേ? രസം നന്നായിട്ടുണ്ട്. നിനക്കും കല്യാണിയുടെ കൈപ്പുണ്യം കിട്ടിയെന്നാ തോന്നുന്നത്. അതെ, മൊത്തത്തിൽ ഇതിനൊരു കല്യാണി ടച്ചിന്റെ മണമാണ്. ഇനി എന്നും ഇങ്ങനെ തന്നെ മതി കേട്ടോ. ശരി സാർ. കല്യാണി കല്യാണി കല്യാണി, ഇതിനേക്കാൾ പട്ടിണി കിടക്കുന്നതായിരുന്നു നല്ലത്. ആനന്ദ്, എന്തു പറ്റി? ഒന്നും കഴിച്ചില്ലല്ലോ. വിശപ്പില്ലമ്മേ, ഞാനൊരു കമ്പനി തരാൻ വേണ്ടി ഇരുന്നേ ഉള്ളൂ. വല്യോന്നിന് എന്തു പറ്റി? ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ആനന്ദിന് എന്നോടൊപ്പം ഇരുന്ന് കഴിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ടാണ് ഈ എഴുന്നേറ്റ് പോക്കെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നാൽ ഈ സീനിൽ ഞാൻ എങ്ങനെ ബിൽഡപ്പ് കൊടുക്കുമെന്ന് കാണിച്ചു തരാം. ഗംഗേ, ഹായ്. ആ വരൂ ഗംഗ, ഇരിക്കെ. മനസ്സിലായി. ഗംഗ വന്നതുകൊണ്ടാ വല്ലുവിന് എഴുന്നേറ്റ് പോയത്. സുജാത, മേഡം. ഗംഗയ്ക്ക് വിളമ്പി കൊടുക്ക. ശരി. പ്ലേറ്റ് വേണ്ട. കൊള്ളാം. ആനന്ദ് വിശപ്പില്ലാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് പോയി. എന്താ, നീയും ആഹാരം കഴിക്കുന്നില്ലേ? പ്ലേറ്റ് വേണ്ടെന്നാ ആന്റി പറഞ്ഞത്. ആഹാരം വേണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ ഗംഗ നീ പറയുന്നത്? പറയാ ആന്റി. ആനന്ദ്, വിത്ത് യുവർ പെർമിഷൻ, ആനന്ദ് കഴിച്ച പ്ലേറ്റിൽ ഞാൻ കഴിച്ചോട്ടെ? എന്തിനാ ഗംഗെ ഒരാള് കഴിച്ച പാത്രത്തിൽ കഴിക്കാൻ പോകുന്നത്? പുതിയ പ്ലേറ്റ് എടുത്ത് അതിൽ കഴിച്ചോടെ? അതല്ല അങ്കിള്, ഭർത്താവ് കഴിച്ച പാത്രത്തില് ഭാര്യ കഴിക്കുന്നത് ഒരു സന്തോഷല്ലേ? അതാ ആനന്ദ് കഴിച്ച പ്ലേറ്റില് എനിക്ക് കഴിക്കണമെന്നൊരാഗ്രഹം. അതിന് ഭർത്താവായിട്ട് പോരെ? പോരാ. നിന്റെ ഈ ആഗ്രഹത്തിന് ഇവിടെ ആരും എതിര് നിൽക്കാൻ പോകുന്നില്ല. നീ ധൈര്യമായിട്ട് കഴിക്കും. നിനക്കതിനുള്ള അവകാശമുണ്ട്. താങ്ക് യു ആന്റി. ഈ ചിക്കൻ ഫ്രൈ എവിടെ? ഇവിടെ ഉണ്ട്. അയ്യോ, സോറി ഗംഗ, ഞാൻ കണ്ടില്ല. എന്താ അരവിന്ദ് ഇത്?
ഗംഗ ആനന്ദ് കഴിച്ച പ്ലേറ്റിൽ എത്ര ആഗ്രഹത്തോടെ കഴിക്കാനിരുന്നതാ. ഛേ, നിന്റെ അതമ്മേ സോറി അമ്മേ. ഞാൻ പിന്നെ അതാ ചിക്കൻ ഫ്രൈയുടെ പാത്രം എടുക്കാൻ നോക്കിയപ്പോ കൈ തട്ടി താഴെ വീണതാ. സോറി അമ്മേ. ഗംഗ സോറി കേട്ടോ.